നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്ലാസ്റ്ററിട്ട 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നതിൽ ചികിത്സാ പിഴവില്ലെന്ന് ആവർത്തിച്ച് അധികൃതർ. കൈക്ക് നിറവ്യത്യാസമോ വേദനയോ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ എത്തണമെന്ന് നിർദ്ദേശിച്ചതായും എന്നാൽ നീര് കൂടിയ ഉടനെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ടില്ലെന്നുമാണ് DMO TV റോഷ് പറഞ്ഞത്. മുറിവിന് ശാസ്ത്രീയമായ ചികിത്സ നൽകിയതായും ഇതിന് രേഖകളുണ്ടെന്നും വേദന ഉണ്ടെങ്കിൽ വരണമെന്ന് നിർദ്ദേശിച്ചതായും എന്നാൽ 30-ാം തീയതിയാണ് വേദനയെ തുടർന്ന് കുട്ടി വരുന്നതെന്നും ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതായും നീര് കണ്ട ഉടനെ കുട്ടി വന്നിരുന്നെങ്കിൽ രക്ഷിക്കാമായിരുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി. ലഡാക്ക് പ്രക്ഷോഭത്തിൽ കസ്റ്റഡിയിലെടുത്ത 30 പേരെ ഇതിനോടകം വിട്ടയച്ചതായി ഭരണകൂടം. സമാധാന ചർച്ചകൾ അട്ടിമറിക്കാൻ ചിലർ ശ്രമിച്ചുവെന്നും ആരോപണം. സംസ്ഥാന പദവി അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഡാക്കിൽ നടന്ന പ്രക്ഷോഭത്തിൽ 70 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 30 പേരെ ഇതിനോടകം തന്നെ വിട്ടയച്ചതായി ലഡാക്ക് ഭരണകൂടം വ്യക്തമാക്കി. കോടതി നടപടികൾ അനുസരിച്ച് ബാക്കിയുള്ള 40 പേരെയും മോചിപ്പിക്കും. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് ആവർത്തിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മറുപടി നൽകി. തന്നെ ആരും പ്രതിക്കൂട്ടിലാക്കിയെന്ന് കരുതുന്നില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് 3 മണിക്കൂർ നേരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തത്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളാണ് ഇന്ന് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. മുസ്ലിം ലീഗിനെതിരെ വിവാദ പ്രസ്താവനയുമായി CPIM നേതാവ് ഡോക്ടർ P. സരിൻ. ജനിച്ച മതം നോക്കി ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിപ്പിക്കുകയാണ് ലീഗുകാർ എന്നാണ് പരാമർശം. CPIM പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ മാർച്ചിലായിരുന്നു പ്രതികരണം. ജനിച്ച മതമേതാണെന്ന് നോക്കിക്കൊണ്ട് തന്നെയായിരിക്കണം സ്വർഗത്തിലേക്കുള്ള വാതിൽ വെട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാടിന് നരകം സമ്മാനിച്ചുകൊണ്ട് ഏതോ സ്വർഗത്തിനു വേണ്ടി കാത്തിരിപ്പിക്കുന്നതിന്റെ അവസ്ഥയിലേക്കാണ് ലീഗിന്റെ രാഷ്ട്രീയമെന്നും അദ്ദേഹം പറഞ്ഞു. KSRTC ബസിന് മുന്നിൽ കുപ്പിവെള്ളം സൂക്ഷിച്ച സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ നടപടി. പൊൻകുന്നം യൂണിറ്റിലെ ഡ്രൈവർ സജീവ് KSനെയാണ് സ്ഥലം മാറ്റിയത്. കുപ്പിവെള്ളം കൂട്ടിയിട്ടതിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ വാഹനം തടഞ്ഞ് ശകാരിച്ചതിന് പിന്നാലെയാണ് നടപടി. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.